നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്ന് സുരേന്ദ്രൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ആർ ശ്രീലേഖയെ ലക്ഷ്യമിട്ടുകൂടിയാണ് നീക്കം. കെ സുരേന്ദ്രൻ ഉറച്ചുനിന്നാൽ വട്ടിയൂർക്കാവിലേക്ക് പരിഗണിച്ചിരുന്ന ശ്രീലേഖയെ തിരുവനന്തപുരത്തേക്ക് മാറ്റും. പാലക്കാട് പ്രശാന്ത് ശിവന് നൽകണമെന്നും ആവശ്യമുണ്ട്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എങ്ങനെയൊക്കെയാണ് നിലവിൽ ബി.ജെ.പിയുടെ തീരുമാനങ്ങൾ എന്നാണ് അറിയുന്നത്? പ്രധാന സീറ്റുകൾ പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് സുരേന്ദ്രൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. എവിടെയൊക്കെയാണ് ശക്തി കേന്ദ്രങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണോ ബി.ജെ.പിയുടെ? തന്നെ ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് പ്രാഥമികമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്നത്. ഇതിലാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അത് നേമത്ത് പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരനും നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. വട്ടിയൂർക്കാവ് ആർ ശ്രീലേഖയ്ക്ക് നൽകാമെന്നുള്ള ഓഫറായിരുന്നു സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നത്. അതിന് പ്രധാന കാരണം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതിന് മുമ്പ് കൌൺസിലറായ ആർ ശ്രീലേഖയെ മേയറാക്കാം എന്നുള്ളതായിരുന്നു അവർക്ക് നൽകിയ വാഗ്ദാനം. പക്ഷേ അവസാന നിമിഷം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം മറികടന്നാണ് വി മുരളീധരൻ പക്ഷത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ദേശീയ നേതൃത്വം വി രാജേഷിന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആ ഘട്ടത്തിൽ ഒരു സമവായം എന്നുള്ള നിലയിൽ അനുനയനത്തിന്റെ ഭാഗമായി ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് നൽകാം എന്നുള്ള ഓഫറാണ് രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന നേതൃത്വവും ഒക്കെ നൽകിയത്. അന്ന് എസ് സുരേഷും ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ഉൾപ്പെടെയുള്ളവർ ആർ ശ്രീലേഖയെ നേരിട്ടെത്തി സന്ദർശിച്ചാണ് ഈ ഓഫർ നൽകുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ തൃശൂരോ മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ മത്സരത്തിനില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്കും സുരേന്ദ്രൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ മഞ്ചേശ്വരത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ നിർത്തി ഒരു രക്തസാക്ഷി പരിവേഷം അണിയാൻ ഇനി വയ്യ എന്നുള്ള നിലപാട് കെ സുരേന്ദ്രൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുകയും തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ കെ സുരേന്ദ്രൻ അങ്ങനെ പല മണ്ഡലങ്ങളിലായി സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല എന്നുള്ള നിലപാടാണ് കെ സുരേന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിലവിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരനും വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനും വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അപ്പോഴുമുള്ള പ്രതിസന്ധി ഈ ആർ ശ്രീലേഖയ്ക്ക് പിന്നീട് എന്ത് സീറ്റ് നൽകുമെന്നുള്ളതാണ്. അത് തിരുവനന്തപുരം സെൻട്രൽ മാത്രമാണ് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയായി നിർത്താൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അത്ര കണ്ട് ബി.ജെ.പിക്ക് സ്വാധീനമുള്ള സ്ഥലമല്ല, ജയിച്ചു കയറാൻ സാധ്യതയുള്ള സ്ഥലമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടൻ കൃഷ്ണകുമാറൊക്കെ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. ആന്റണി രാജു നിലവിലിപ്പോൾ അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ നിലവിൽ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ കോൺഗ്രസും നിലവിൽ CP ജോണിന് നൽകാമെന്ന് പറഞ്ഞ സീറ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യത വലിയ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ബി.ജെ.പി. ഇത്തവണ വലിയ പ്രതീക്ഷകളുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശൂരിലുമൊക്കെ. ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ സ്ഥാനാർത്ഥി തീരുമാനത്തിൽ അതെങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ബി.ജെ.പിയിൽ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് അവരെ കൂടി പരിഗണിച്ചു. ശോഭാ സുരേന്ദ്രന്റെയൊക്കെ കാര്യം ആലപ്പുഴ എന്നതിൽ നിന്ന് മാറ്റം വരുത്താൻ, കുറച്ചുകൂടി വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് മാറ്റാനൊക്കെയുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ ആലോചനയുണ്ട്. പ്രചാരണം എന്ന് തുടങ്ങും എന്നാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. തിരക്കിട്ട ആലോചനകൾ തന്നെയാണ് എന്തായാലും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ നടത്തുന്നത്. സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി. ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 11-ാം തീയതിയാണ് അമിത്ഷാ കേരളത്തിൽ എത്തുന്നത്. അന്ന് നേതൃയോഗം ചേരുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ചേർന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനമെടുക്കുക. 12-ാം തീയതി മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. നിലവിൽ ബി.ജെ.പി. പാനലിൽ മത്സരിച്ച് വിജയിച്ച കൌൺസിലർമാർക്കും ഒപ്പം തന്നെ ജനപ്രതിനിധികൾക്കും തിരുവനന്തപുരം നഗരത്തിൽ സ്വീകരണം നൽകുന്നുണ്ട്. അമിത്ഷായാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് പ്രധാന നേതാക്കൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം, ചർച്ചയൊക്കെ ഉയർന്നു വരുന്നത്. ആ ചർച്ച ഉയർന്നു വരുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ തനിക്ക് തൃശൂരോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവോ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാലക്കാടിലായിരുന്നു കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ളൊരു ആലോചന ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നടത്തിയത്. പക്ഷേ പാലക്കാടിൽ പ്രശാന്ത് ശിവനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യവും കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് ഒരു യുവമുഖം എന്നുള്ള